വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായതായി സ്പീക്കർ പ്രഖ്യാപിക്കും. ബസന്തുണ്ട്. ബസൻ, സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് ഇനി അധികം സമയം നീളില്ല നടപടികൾ എന്ന് വിചാരിക്കുന്നു അല്ലേ? അല്ല, ഇപ്പൊ സ്ലിപ്പ് നൽകിയുള്ള, അതായത് വോട്ടിംഗ്, ഇലക്ട്രോണിക് വോട്ടിംഗ് ശരിയാവാത്തവർക്കും എല്ലാവർക്കും ചേർന്നുള്ള സ്ലിപ്പ് നൽകിയുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൂടി എണ്ണിയ ശേഷമായിരിക്കും അല്പസമയത്തിനകം അത് പ്രഖ്യാപിക്കുക. ഏതായാലും ബില്ല് അനുകൂലമായി 288 പേർ കഴിഞ്ഞ എല്ലാ വോട്ടിങ്ങിലും വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BJP NDA സഖ്യത്തിന് 288 പേരുടെ പിന്തുണയാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 231 പേരുടെ പിന്തുണയാണ് ഏറ്റവും ഇതായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ ഒരു മേൽക്കൈ ഭരണപക്ഷത്തിന് ബില്ലിന്റെ കാര്യത്തിൽ ലോക്സഭയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭയുടെ കടമ കടന്നാൽ ഇനി രാജ്യസഭയിലേക്ക് പോകേണ്ടതുണ്ട്. രാജ്യസഭയിലും ഇത് ബില്ല് പാസ്സായി കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണ് ഇത് നിയമമാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബില്ല് രാജ്യസഭയുടെ കാര്യപരിപാടിയിൽ ഇപ്പോൾ ഇന്നത്തെ കാര്യപരിപാടിയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നാളെ സഭ അവസാനിക്കുകയാണ്. അതായത് 4-ാം തീയതി പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണ്. വേനൽക്കാല സമ്മേളനം അവസാനിക്കുന്നു. ചിലപ്പോൾ വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. അടുത്ത സമ്മേളനത്തിൽ ചിലപ്പോൾ ഇവർ രാജ്യസഭയിലെ ബില്ല് കൊണ്ടുവരുന്നതായിരിക്കും ചിലപ്പോൾ അവർ പരിഗണിക്കുക. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സമ്മേളനമാണ് അടുത്ത സമ്മേളനം എന്ന് പറയുന്നത്, വർഷകാല സമ്മേളനം എന്ന് പറയുന്നത്. ഇപ്പോഴത്തേത് വേനൽക്കാല സമ്മേളനമാണ്. വർഷകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചാൽ രാജ്യസഭയിലും സമാനമായ ചർച്ചകൾ നടക്കുമ്പോൾ അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇടയ്ക്ക് സ്പീക്കർ ഈ ലോബിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തർക്കം, അതിന് എന്തോ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം? ഇതിപ്പോ പുതിയ പാർലമെന്റ് മന്ദിരമാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോബി പോലെ അല്ല ഇവിടുത്തെ ലോബി ഇരിക്കുന്നത്. അതായത് വളരെ വിസ്തൃതമായ ഒരു ലോബിയാണ് ഇവിടെ വരുന്നത്. ഒരു കണക്റ്റഡ് ലോബി എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യസഭയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോബിയാണ് അകത്ത് വരുന്നത്. അപ്പോൾ ഈ വോട്ടെടുപ്പ് ഡിവിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോബികൾ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം സ്പീക്കർ നടത്തും, അല്ലെങ്കിൽ അവ അടയ്ക്കണം എന്നുള്ളത്. അതായത് സ്പീക്കർ സംസാരിക്കും. प्लीज माननीय टेक योर सीट. प्लीज माननीय सदस्य. माननीय सदस्यगण, शुद्धि के अद्यतन मत विभाजन का परिणाम इस प्रकार है. पक्ष में 288, विपक्ष में 232. प्रस्ताव स्वीकृत हुआ और विधेयक यथा संशोधित पारित हुआ. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായിരിക്കുന്നു. लोबी खोल दी है माननीय सदस्य, लोबी खोल दिए, लोबी क्लियर कर दी है. अब हम आइटम नंबर 13 सभा के निर्णय के लिए ले रहे हैं. प्रश्न ये कि विधेयक पर विचार किया जाए. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में विधेयक पर विचार करने हेतु प्रस्ताव को स्वीकृत किया गया. अब सभा विधेयक पर खंडवार विचार करेगी. प्रश्न ये कि खंड 2 विधेयक का अंग बने. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में खंड 2 विधेयक का अंग बना. माननीय मंत्री जी, संशोधन संख्या 2. माननीय मंत्री जी, I move the amendments. प्रश्न है कि माननीय मंत्री जी द्वारा प्रस्तुत संशोधन संख्या 2 को स्वीकृत किया जाए. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में हुआ. संशोधन स्वीकृत हुआ. प्रश्न है कि खंड 1 यथा संशोधित विधेयक का अंग बने. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें.
मेरे विचार में निर्णय हवालों के पक्षमा खंड 1 यथा संशोधित विधेयक का अंग बना। माननीय मंत्री जी, संशोधन संख्या 1। I move the amendment, sir. प्रश्न है कि माननीय मंत्री द्वारा प्रस्तुत संशोधन संख्या 1 को स्वीकृत किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हवालों के पक्ष में संशोधन स्वीकृत हुआ। प्रश्न ये कि यथा संशोधित अधिनियम सूत्र विधेयक का अंग बने। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ച ഭേദഗതികൾ ഇപ്പോൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംരക്ഷിത സ്മാരകങ്ങളും ആദിവാസി ഭൂമി വഖഫിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതി അത് നേരത്തെ പാസ്സാക്കിയിരുന്നു. 288 പേരാണ് നിലവിൽ തീരുമാനങ്ങൾ അനുകൂലിച്ച് എതിർക്കുന്നത്. 232 मेरे विचार പേരാണ്. में निर्णय हवालों के पक्ष में विधेयक का पूरा नाम विधेयक का अंग बना। मंत्री जी अब प्रस्ताव करें कि विधेयक को यथा संशोधित पारित किया जाए। Sir, I move that the bill be passed as amended. प्रश्न है कि विधेयक को यथा संशोधित पारित किया जाए। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए। मेरे विचार में निर्णय हवालों के पक्ष में प्रस्ताव स्वीकृत हुआ। विधेयक पर यथा संशोधित पारित हुआ। किरण रिजिजू जी, आप तो बोलना चाहते हो? दूसरे नंबर बिजनेस हमने लिस्ट किया था, मैं अनुरोध करता हूँ उसको टेकअप किया जाए। हम लोग लेट बैठा है तो पास करके आइटम नंबर 14। बोलिए आइटम नंबर 14 स्टैट्यूटरी रेगुलेशन सामाजिक संपल। माननीय मंत्री जी। महोदय, मैं संकल्प करता हूं कि यह सभा मणिपुर राज्य के संबंध में संविधान के अनुच्छेद 356(1) के अधीन राष्ट्रपति द्वारा दिनांक 13 फरवरी 2025 को जारी की गई उद्घोषणा का अनुमोदन करती है। डॉक्टर शशि थरूर जी। Sir, you genuinely want to discuss this time? शशि थरूर जी। 2 o'clock in the morning. ओके। Let's do it tomorrow, sir. So let's do it tomorrow morning. आप शशि थरूर जी बोलना चाहते हैं? So हम बोलेंगे, हाँ लेकिन तो कल बोलिए। 2 बजे करना है। അടുത്ത വിഷയത്തിലേക്ക് കടന്നപ്പോഴാണ് നാളെയിലേക്ക് പോകാമെന്ന് തരൂരടക്കമുള്ളവർ പറയുന്നത്. आइटम नंबर 14 स्टैट्यूटरी रेगुलेशन शुरू हो चुका है। मैं माननीय सदस्य डॉक्टर शशि थरूर जी से कहूंगा कि वो अपने विचारों को व्यक्त करें। മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. ബസൻ, ഇത് സമയം കടന്നുപോയെന്ന് പ്രതിപക്ഷം തന്നെ പറയാണല്ലോ. I must say നാളെ ചർച്ചയ്ക്ക് എടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നേരത്തെ ബാക്കപ്പ് ഭേദഗതി ബില്ല് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നു. ബില്ലിനെ 288 പേർ അനുകരിച്ചു, 232 പേർ എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി ലോക്സഭയുടെ കടമ്പ കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യസഭയുടെ കടമ്പയിലേക്ക് ഇത് ഇനി വരേണ്ടതുണ്ട്. നാളത്തെ പട്ടികയിലില്ലെങ്കിലും മിക്കവാറും നാളെ തന്നെ ഇത് കൊണ്ടുവരാനുള്ള നീക്കമാണുള്ളത്. ക്ഷമിക്കണം, ഇന്നത്തെ പട്ടികയിലില്ലെങ്കിലും അത് കൊണ്ടുവരാനുള്ള നീക്കമാണ്. നാളെ സഭാ സമ്മേളനം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 12 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ശേഷമാണ് ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നത്. NDA അവരുടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയുള്ള ഒരു നടപടിക്രമമാണ് ഇതിലേക്ക് നീങ്ങിയത്. വോട്ടെടുപ്പിലേക്കും ഒപ്പം എല്ലാ കൂടെയുള്ള എല്ലാ സഖ്യകക്ഷികളെയും ഒപ്പം നിർത്തുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. JDUവും TDPയും ഒക്കെ തന്നെ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന ചില സംശയങ്ങളൊക്കെ തന്നെ നീങ്ങുകയും ചെയ്തു. ഇവർ വോട്ട് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യ സഖ്യത്തിലും എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒന്നിച്ച് ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കിടയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരും മന്ത്രിമാരും അന്യോന്യം കൊമ്പ് കോർക്കുന്നതും നമ്മൾ കാണുകയും ചെയ്തു. കെ രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും ഹൈബി ഈഡനും ജോർജ് കുര്യനും തമ്മിൽ വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പം വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജുവും അടക്കം എല്ലാവരും അത് എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പം വിഷയത്തിന് ശാശ്വത പരിഹാരം ഈ ബില്ലാണ് എന്നാണ് കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ ക്രൈസ്തവ സംഘടനകൾ തന്നെ വന്ന് കണ്ട കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ കിരൺ റിജിജു ചർച്ചയ്ക്കൊടുവിൽ പറഞ്ഞത് സംസ്ഥാനത്ത് തീർക്കാൻ കഴിയുന്ന വിഷയമായിരുന്നെങ്കിൽ എന്തിനാണ് ക്രൈസ്തവ സംഘടനകൾ തന്നെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചത് എന്നുകൂടി നിങ്ങൾ അറിയണം എന്നാണ് കിരൺ റിജിജു ചോദിച്ചത്. ഏതായാലും വഖഫ് ബില്ല് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നു. എന്താണ് ഈ അടുത്ത ഈ മണിപ്പൂർ വിഷയം കൂടി പെട്ടെന്ന് തന്നെ എടുക്കാൻ ഉണ്ടായ കാരണം? മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് ആണ് ഇപ്പോൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ ലിസ്റ്റ് ചെയ്തിരുന്നതാണ്. അത് ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നു എന്ന് പറയുന്നത് ഇന്നലത്തെ പട്ടികയിൽ കാര്യപരിപാടിയിൽ വന്നതാണ്. അത് ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നു. ഇന്ന് തന്നെ അത് പാസ്സാക്കണമെന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. പക്ഷെ അത് നീട്ടിവെക്കണം എന്നുള്ളതാണ്. രാവിലെ എടുത്താൽ പോരെ എന്നൊക്കെ തരൂർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തന്നെ അതെടുത്ത് പാസ്സാക്കണം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം അതാണ് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ശശി തരൂറാണ് സംസാരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ 2 മണിയായില്ലേ, നാളത്തേക്ക് മാറ്റിക്കൂടെ എന്ന ഒരു ചോദ്യം ശശി തരൂരിന്റെ അടക്കമുള്ളവരുടെ ഭാഗത്തുണ്ടായി. പക്ഷേ സ്പീക്കർ പറഞ്ഞു സംസാരിക്കാം. അങ്ങനെ നിലപാട് ഇപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുകയാണ്. നേരത്തെ 288 പേരുടെ പിന്തുണയോടെയാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായിരിക്കുന്നത്. 232 പേരാണ് ബില്ലിനെ എതിർത്തത്. എന്തായാലും 12 മണിക്കൂർ നീണ്ട ചർച്ച, 2 മണിക്കൂർ നീണ്ട വോട്ടെടുപ്പ് നടപടികൾ, അങ്ങനെ 14 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾക്കും ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ശേഷമാണ് ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നത്.